ഒരു വലിയ വനം. ആ വനത്തിലെ ഏറ്റവും വലിയ സിംഹമാണ് ചെമ്പൻ. ചെമ്പൻ സിംഹം ഒരു ദിവസം രാത്രിയിൽ ഇരപിടിക്കാനായി ഇറങ്ങി. ഇരപിടിക്കാനായി വനത്തിലൂടെ നടക്കുകയായിരുന്ന ചെമ്പൻ ഒരു ആട്ടുപോത്തിൻ്റെ കൂട്ടം ആ വനത്തിനകത്തായി നിൽക്കുന്നത് കണ്ടു. കാട്ടുപോത്തുകൾ വനത്തിലെ പുല്ലുകൾ തിന്നുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അവർ ചെമ്പൻ സിംഹത്തെ ശ്രദ്ധിച്ചതേയില്ല. ഇത് മനസ്സിലാക്കിയ ചെമ്പൻ അവരുടെ അരികിലേക്ക് പതിയെ പതിയെ ചെന്നു. പെട്ടെന്നാണ് ചെമ്പൻ സിംഹം വലിയൊരു കുഴിയിലേക്ക് വീഴാൻ തുടങ്ങിയത്. കുഴി വളരെ വലിയ കുഴിയായതിനാൽ ചെമ്പൻ സിംഹത്തിന് കുഴിയുടെ മുകളിലെത്താൻ യാതൊരു വഴിയുമില്ല. 2-3 ദിവസങ്ങൾ ചെമ്പൻ ആ കുഴിയിൽ തന്നെ കിടക്കേണ്ടി വന്നു. മറ്റൊരു വഴിയുമില്ല എന്ന് ചെമ്പന് മനസ്സിലായി. ചെമ്പൻ അവിടെ കിടന്ന് വലിയ ശബ്ദത്തിൽ അലറിക്കരയാൻ തുടങ്ങി. അപ്പോഴാണ് വനത്തിൻ്റെ അരികിലൂടെ പോയ രാമു ആ കരച്ചിൽ കേട്ടത്. രാമു കരച്ചിൽ കേട്ട് വനത്തിലെ എല്ലാ ഭാഗവും പരതി നോക്കി. എങ്ങും കാണുന്നില്ല ആരെയും. രാമു ആ കുഴിയുടെ അടുത്തെത്തി. കുഴിയിലേക്ക് എത്തി നോക്കി. അപ്പോഴാണ് അത് കണ്ടത്. ചെമ്പൻ സിംഹം കുഴിയിൽ കിടക്കുന്നു. രാമു സിംഹത്തെ കണ്ട് ആകെ പേടിച്ചു തിരിഞ്ഞോടാനായി തുടങ്ങി. അപ്പോൾ ചെമ്പൻ സിംഹം ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഓടരുതേ, എന്നെ പേടിക്കരുതേ, ഞാൻ പാവമാ, ഞാൻ ഈ കുഴിയിൽ പെട്ടുപോയി, എന്നെ ഒന്ന് രക്ഷിക്കുമോ? ഇത് കേട്ട രാമുവിൻ്റെ മനസ്സലിഞ്ഞു. രാമു ചിന്തിച്ചു, ഒരു ജീവൻ രക്ഷിക്കുന്നതാണ് ഏറ്റവും മഹത്തായ കാര്യം. രാമു അവിടെ വനത്തിലെ കാട്ടുവള്ളികൾ എല്ലാം ശേഖരിച്ചു കൊണ്ടുവന്ന് സിംഹത്തിന് കുഴിയിലേക്ക് ഇട്ടുകൊടുത്തു. സിംഹത്തെ പതുക്കെ പുറത്തെത്തിച്ചു. പുറത്തെത്തിക്കഴിഞ്ഞപ്പോഴാണ് ചെമ്പൻ സിംഹത്തിൻ്റെ സ്വഭാവം മാറിയത്. ചെമ്പൻ രാമുവിനോട് പറഞ്ഞു, ഞാൻ 2-3 ദിവസമായി ആഹാരം കഴിച്ചിട്ട് എനിക്ക് വിശക്കുന്നു. നീയാണ് എൻ്റെ ഇന്നത്തെ ആഹാരം. രാമു ഇത് കേട്ട് പേടിച്ചു പോയി. ഇതെല്ലാം കണ്ടുകൊണ്ട് മിക്കു കുരങ്ങ് മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. മിക്കു താഴേക്ക് ഇറങ്ങി വന്നു. ചെമ്പനോട് ഇവിടെ നടന്നത് എന്തെന്ന് തിരക്കി. ചെമ്പൻ നടന്നതെല്ലാം മിക്കുവിനോട് വിവരിച്ചു. മിക്കു ചെമ്പനോട് പറഞ്ഞു, പക്ഷേ ഞാൻ കാണാത്ത കാര്യങ്ങൾക്ക് എങ്ങനെയാണ് പരിഹാരം കണ്ടെത്തുക? ഒരു കാര്യം ചെയ്യാമോ? നിങ്ങൾ 2 പേരും നടന്നത് ഒന്നും കൂടി ഒന്ന് കാണിച്ചു തരുമോ? നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് മിക്കു കുരങ്ങ് ചോദിച്ചു. ഇത് കേട്ട ചെമ്പനും രാമുവും പറഞ്ഞു, ശരി, ഞങ്ങൾക്ക് സമ്മതമാണ്, ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ചെമ്പൻ കുഴിയിലേക്കിറങ്ങി. കുഴിയിലേക്കിറങ്ങിയ ചെമ്പനെ കണ്ട് രാമു രക്ഷിക്കാനായും നിന്നു. കുഴിയിൽ കിടന്ന ചെമ്പൻ പറഞ്ഞു, എന്നെ ഇനി മുകളിലേക്ക് പിടിച്ചു കയറ്റൂ. ഇത് കേട്ട മിക്കുകുരങ്ങ് പറഞ്ഞു, നിന്നെ ഇനി ആരും രക്ഷിക്കില്ല, നീ ഇവിടെ തന്നെ കിടന്നോളൂ. രാമുവും നിന്നെ രക്ഷിക്കില്ല, നിനക്കുള്ള ശിക്ഷയാണ് ഇത്. രാമു നിന്നെ രക്ഷിച്ചു, പക്ഷേ അവനോട് നന്ദി പറയേണ്ട നീ അവനെ ഇരയാക്കാനായി ചെന്നു. ഇത് ശരിയായ കാര്യമാണോ എന്ന് മിക്കു ചെമ്പനോട് ചോദിച്ചു. ചെമ്പൻ നാണിച്ച് തല താഴ്ത്തി. അയ്യോ, ഇനി ഞാൻ ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കില്ല. എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി, എന്നോട് ക്ഷമിക്കൂ രാമു. രാമുവിനോട് ചെമ്പൻ നന്ദിയും പറഞ്ഞു. ഇത് കേട്ട മിക്കുവും രാമുവും ചെമ്പനെ അവിടെ നിന്നും രക്ഷിച്ചു. ആപത്തിൽ സഹായിക്കുന്നവരോട് എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം.